അനൂസ് ഫുഡ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് റവ വെച്ചിട്ടുള്ള ഒരു പാലപ്പം, അതായത് വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ വീടുകളിൽ അരി വെച്ചിട്ടാണ്, പച്ചരി വെച്ചിട്ടാണ് വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കാറല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് റവ വെച്ചിട്ടുള്ള ഒരു വെള്ളയപ്പമാണ്, അതായത് പാലപ്പമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. വളരെ സോഫ്റ്റാണ്. എനിക്ക് അരി വെച്ചുണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടപ്പെട്ടു ഇത്. അപ്പോൾ കൂട്ടുകാരെ, നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയാണ്. കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പം റവ വെച്ചിട്ടുള്ള വെള്ളയപ്പത്തിന് ആദ്യം തന്നെ ഞാൻ റവ ഇട്ട് കൊടുക്കുകയാണ്. 2 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് കപ്പ് റവ ഇട്ടു. അതിലോട്ട് 1/2 കപ്പ് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 2 കപ്പ് റവയാണ് നമ്മൾ എടുത്തിട്ട്, അപ്പോൾ ഏകദേശം 2.5 കപ്പോളം വെള്ളം വേണ്ടി വരും. എന്തായാലും കുറേശ്ശെ വെള്ളം എടുത്ത് നമുക്ക് അരച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1.5 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം നമ്മുടെ റവയൊക്കെ ഒന്ന് കുതിർന്നിട്ടുണ്ടാവും. അതിനുശേഷം അരയ്ക്കുന്നതാണ് ഇത്തിരിയും കൂടി നല്ലത്. അതെല്ലാം നിങ്ങൾക്ക് ഇപ്പം തന്നെ അരച്ചെടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇപ്പം തന്നെ അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് അരയ്ക്കാം കേട്ടോ. അതെല്ലാം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് 2 പ്രാവശ്യമായിട്ട് അരയ്ക്കേണ്ടി വരികയാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അരയ്ക്കണം കേട്ടോ. അപ്പോൾ ആദ്യം അരയ്ക്കുമ്പോൾ റവ മാത്രം അരച്ചാൽ മതി. അടുത്ത പ്രാവശ്യം എല്ലാതും കൂടിയിട്ട് അരയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്താൽ മതി, ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടതോ, ഈ ഒരു പരുവത്തിനാണ് ആക്കിയിരിക്കുന്നത്. അപ്പം നമുക്കിതിനെ ചുറ്റിച്ചെടുക്കാനുള്ളതല്ലേ, അപ്പം കുറച്ച് ലൂസായിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി നമുക്കിതിനൊരു 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഓവർനൈറ്റ് വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പം നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനൊന്ന് അടച്ച് വെക്കുകയാണ്, ഫെർമെൻറ്റേഷൻ പ്രോസസ്സിന് വേണ്ടി വെക്കുകയാണ്. ഇത് ഒന്ന് പൊങ്ങി വന്ന ശേഷം കാണാം കേട്ടോ. ഒരു 6 മണിക്കൂർ ആയപ്പോഴും തന്നെ നമ്മളുടെ ഈ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിരുന്നു. അപ്പം ഇനി ചെയ്യേണ്ടത്, ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഉപ്പിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുത്തി ഇളക്കരുത്. വളരെ ലൈറ്റായിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. നമ്മൾ അപ്പം ചുട്ടെടുക്കുമ്പോഴും ഒരു സൈഡിൽ നിന്ന് കോരി വേണം ചുട്ടെടുക്കാനായിട്ട്. നമുക്കൊന്ന് ചുട്ട് കാണിച്ചു തരാം. അപ്പം നമ്മുടെ അപ്പം ചുട്ടെടുക്കാൻ വേണ്ടി ഞാനൊരു അപ്പച്ചട്ടി കയറ്റി വെച്ച് അതിലോട്ട് 1 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അരി വെച്ചിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ അത്രയും സമയം ഇതിന് വേണ്ടി വരില്ല. നമ്മളിത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മളിങ്ങനെ ഫ്ലെയിം കൂട്ടിയാണ് ഇട്ടിരിക്കണേ കേട്ടോ. അടച്ച് വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഒന്ന് തുറന്ന് വയ്ക്കുക. 30 സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ചാൽ മാത്രം മതി. അതിനുശേഷം ഈ സൈഡിലും ജസ്റ്റ് ഒന്ന് വിട്ട് വരുമ്പോൾ തന്നെ, നമ്മൾ അരി വെച്ചിട്ടുള്ളതാകുമ്പം നന്നായിട്ട് വിട്ട് വരും. ഇത് സൈഡൊന്ന് വിട്ട് വരുമ്പോൾ തന്നെ നമ്മളതിനെ വിടിയിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇച്ചിരി കല്ലുപോലെ ആയി പോകും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് സൈഡ് ചെറുതായിട്ട് വിടുമ്പോൾ തന്നെ വിടിയിച്ചെടുക്കുക. വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു, എന്താ പറയുക, നമ്മുടെ അരി കൊണ്ടുള്ള അപ്പത്തിനേക്കാളും വളരെ സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരപ്പമാണ് റവ വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടാൽ തന്നെ മനസ്സിലാവും, വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്ന മാവ് ഉണ്ടാക്കി തീർക്കണം. അധികം ദിവസം വെക്കരുത് കേട്ടോ, അതും ശ്രദ്ധിക്കണം. അപ്പോൾ കൂട്ടുകാരെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കണം കമൻറ്റ് ബോക്സിലൂടെ. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വേഗം വരാം. താങ്ക് യു.